സാബിയുടെ വിപ്ലവകരമായ റൊട്ടേഷൻ സിസ്റ്റത്തിൽ പരിഗണനാ ലിസ്റ്റിൽ പോലും പെടാതെ പോയ താരമാണ് എൻട്രിക്. ബ്രസീലിയൻ വണ്ടർ ബോയ്സിനെ തേടി പിടിച്ചു കൊണ്ടുവരുന്ന ഫ്ലോറന്റിനോ പെരസിന്റെ ലേറ്റസ്റ്റ് കണ്ടെത്തൽ. റയലിന്റെ ഐക്കോണിക് നമ്പർ 9 ജേഴ്സി അണിയുന്ന താരം സാബിക്ക് കീഴിൽ ഒരു മത്സരത്തിൽ പോലും ആദ്യ 11-ൽ ഇറങ്ങിയിട്ടില്ല. ഇന്നലെ ബെഞ്ചിലിരുന്ന് നേടിയ റെഡ് കാർഡ് മാത്രമാണ് താരത്തിന്റെ സീസണിലെ ഏക സമ്പാദ്യം. ക്ലബ് ലോകകപ്പിലെ ഹീറോ ഗോൺസാലോ ഗാർഷിയയും സമാന അവസ്ഥയിലാണ്. ടൂർണമെന്റിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായ താരത്തിന് പക്ഷേ സാബിയുടെ ടാക്ടിക്സിൽ വേണ്ട മാച്ച് ടൈം ലഭിക്കുന്നില്ല. ജനുവരിയിൽ ലോൺ അടിസ്ഥാനത്തിൽ എൻട്രിക്ക് ടീം വിടുമെന്ന വാർത്തകൾ സജീവമായിരിക്കെ പകരക്കാരന്റെ റോളിൽ കളിയവസരം കാത്ത് ഗോൺസാലോ ടീമിൽ തുടർന്നേക്കും. റയലിൽ സാബിയുടെ തുറുപ്പുചീട്ട് എംബാപ്പയാണ്. ലാലിഗയിൽ ടീം നേടിയ 32 ഗോളിൽ 16 ഗോളും ചാമ്പ്യൻസ് ലീഗിലെ 12 ഗോളിൽ 9 എണ്ണവും എംബാപ്പയുടെ ബൂട്ടുകളിൽ നിന്നാണ്. അതായത് സീസണിൽ ടീമിന്റെ 57% ഗോളുകളും വന്നത് ഒരൊറ്റ താരത്തിൽ നിന്ന്. എംബാപ്പയെ പൂട്ടിയാൽ റയലിനെ പൂട്ടാമെന്നത് ഇപ്പോൾ അങ്ങാടിപ്പാട്ടാണ്. ഇന്നലെ സെൽറ്റയും അതുതന്നെയാണ് നടപ്പിലാക്കിയത്. എംബാപ്പെ ഡിഫൻഡർമാരുടെ കെണിയിൽപ്പെടുമ്പോൾ മറ്റൊരു താരവും സാഹചര്യത്തിന് തുയരാത്തത് റയലിന് വലിയ ആശങ്ക നൽകുന്ന ഒന്നാണ്. പ്രതിരോധ നിരയാണ് സാബിയെ പ്രതിരോധത്തിലാക്കുന്നത് എന്നാണ് പൊതുവെയുള്ള സംസാരം. ഒക്ടോബറിൽ ബാഴ്സയെ വീഴ്ത്തിയതിനു ശേഷം 8 മത്സരങ്ങളിൽ 2 എണ്ണം തോറ്റ റയൽ 3 എണ്ണത്തിൽ സമനില വഴങ്ങുകയും ചെയ്തു. ഈ മത്സരങ്ങളിൽ 9 ഗോളാണ് റയൽ വഴങ്ങിയത്. പരിക്കേറ്റ് പുറത്തായ കാർവഹാലിന് പകരം എത്തിച്ച ട്രെൻഡും പല കളികളിലും പരിക്കേറ്റ് പുറത്താണ്. 16 മത്സരങ്ങളിൽ റയൽ കുപ്പായമണിഞ്ഞ താരത്തിന് പരിക്ക് മൂലം നിലവിൽ 17 മത്സരങ്ങളാണ് നഷ്ടമായത്. അതായത് കളിച്ചതിനേക്കാൾ കൂടുതൽ കളത്തിന് പുറത്തെന്ന് സാരം. ഇതിനു പുറമെ പരിക്കിൽ നിന്ന് പരിക്കിലേക്ക് മാത്രം നീങ്ങുന്ന അലാബ കൂടിയുള്ളത് റയലിനൊരു തലവേദനയാണ്. ഈ സീസൺ ടീമിലെത്തിയ ഡീൻ ഹ്യൂസൺ, ഫ്രഞ്ച് ലെഫ്റ്റ് ബാക്ക് ഫെർലാൻ മെൻഡി എന്നിവരും എന്ന് തിരിച്ചിറങ്ങുമെന്ന് അറിയാതെ പുറത്തിരിപ്പാണ്. ACL റിക്കവറി കഴിഞ്ഞിറങ്ങിയ മിലിറ്റാവോ കഴിഞ്ഞ കളി പരിക്കേറ്റ് പുറത്തായതും റയലിന് വെല്ലുവിളി ഉയർത്തു.